ഒരു മഹാനെ, ആ മഹാൻ വലിയ ഹദീസ് പണ്ഡിതനാണ്. ഉമ്മ വിളിച്ചു. എന്തുമ്മ? ഉമ്മ എൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുത്തു. പിന്നെ ഈ മഹാൻ ഇങ്ങനെ പെട്ടെന്നൊരു ടെൻഷൻ. എന്താ ടെൻഷൻ? പിന്നെ ഞാൻ നേരത്തെ എന്തേ ഉമ്മാന്ന് ഉമ്മാക്ക് ഉത്തരം കൊടുത്തത് കുറച്ച് സൗണ്ട് കൂടിപ്പോയ റബ്ബേ, ഉമ്മാനേക്കാൾ. അത് പ്രശ്നമാണല്ലോ അല്ലേ? വേഗം അങ്ങാടിയിൽ ചെന്ന് വളരെ വിലപിടിപ്പുള്ള 2 അടിമകളെ വാങ്ങിയിട്ട് മോചിപ്പിച്ചു. ലക്ഷങ്ങൾ വിലയുള്ള 2 അടിമകളെ വാങ്ങിയിട്ട് മോചിപ്പിച്ചിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു. അള്ളാഹുവേ, ഞാൻ നേരത്തെ എൻ്റെ ഉമ്മനോട് എന്തുമ്മാന്ന് ചോദിച്ചപ്പോഴേ കുറച്ച് സൗണ്ട് കൂടിപ്പോയിന്. ഞാനിതാ 2 അടിമകളെ വാങ്ങി മോചിപ്പിച്ചിട്ട് നിന്നോട് പറയാണ്, പൊരുത്തപ്പെട്ട് തരണേ, അറിയാതെ സംഭവിച്ചു പോയതാണ്. കണ്ടോ? ഞാൻ ടൗണിൽ നിന്നല്ലേ വരുന്നത്, എന്നേരം തന്നെ പറഞ്ഞൂടെ തക്കാളി വാങ്ങാൻ, ഇനിയിപ്പോൾ ആദ്യം പോകണോ വെയിലത്ത് എന്ന് ചോദിക്കുന്ന മക്കളൊക്കെ ഉണ്ടാവും. എനിക്ക് വേണ്ട ഫുഡ്, വേണ്ട വേണ്ട എന്നൊക്കെ പറയുമ്പോഴേ, മോനിത് ആരാണ് ഈ ഉമ്മ ഉപ്പ എന്നൊക്കെ പറഞ്ഞാൽ? ഉപ്പാക്കുമ്മാക്കും പരിഗണന കുറഞ്ഞ സുഹൃത്തുക്കൾക്ക് പരിഗണന കൂടുന്നത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. ഖിയാമത്ത് നാൾ ഏതായാലും സമയമാകുമ്പോൾ സംഭവിക്കൂ. നമ്മളായിട്ട് എവിടെയോ ഉള്ള ഖിയാമത്ത് നാളിനെ പിടിച്ച് ഇങ്ങോട്ടേക്ക് വലിക്കണ്ട എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മളായിട്ട് അതിൻ്റെ സമയം കുറച്ച് നേരത്തെ ആക്കണ്ട. ഉപ്പാക്കും ഉമ്മാക്കും ഉള്ള പ്രാധാന്യമൊന്നും വേറൊരാൾക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ,